ബിഗ് ബോസ് മലയാളം 6ാം സീസണും ഗംഭീരമായ തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. 19 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ നിന്നും നല്ല മത്സരാർത്ഥികൾ പലരും പുറത്തായി. ചിലർ സ്വയം വിളിച്ചു വരുത്തിയ അബദ്ധത്തിലാണ് ബിഗ് ബോസ് വീടിനോട് ബൈ പറയേണ്ടി വന്നത്. അതേസമയം ഈ സീസണിലെ മത്സരവും മത്സരാർത്ഥികളും അത്ര ഗംഭീരമല്ലെന്ന് പറയുകയാണ് ചില പ്രേക്ഷകർ. മുൻ സീസണുകളിലെ വെച്ച് നോക്കുമ്പോൾ എന്റർടൈൻമെന്റായി തോന്നുന്ന ഒന്നും തന്നെയില്ല. അകത്തു നടക്കുന്നതിനേക്കാളും മത്സരം പുറത്തു നടക്കേണ്ടതാണെന്നും അങ്ങനെ ഇല്ലാതായി പോയതിനെ പറ്റിയുമാണ് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. 3 ആഴ്ചകൾ പിന്നിട്ടു, 21 ദിവസങ്ങളായിട്ടുണ്ട്. സാധാരണ എല്ലാ സീസണിലും ഏതാണ്ട് 20 ദിവസങ്ങൾ ആവുമ്പോൾ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഫാൻ ഗ്രൂപ്പിലെ അംഗങ്ങളും അഡ്മിനും ഒക്കെ ബിഗ് ബോസ് ഒഫീഷ്യൽ ഗ്രൂപ്പിലും അൺഒഫീഷ്യൽ ഗ്രൂപ്പിലും അവരെ അനുകൂലിച്ചും മറ്റുള്ളവരെ എതിർത്തും പോസ്റ്റുകൾ ഇടും. ഹൗസിൽ ഉള്ളതിനേക്കാൾ അടിയും വഴക്കും കണ്ടന്റും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. 24x7 ബിഗ് ബോസ് കാണുന്നതിനേക്കാൾ എന്റർടൈൻമെന്റ് കിട്ടും 24x7 ഗ്രൂപ്പിൽ ഇരുന്നാൽ. ഇത്തവണ അങ്ങനെ ആർമി ഗ്രൂപ്പുകളോ ഫാൻ ഗ്രൂപ്പുകളോ ഇല്ല. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മത്സരാർത്ഥികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തുടങ്ങിയ ചില ആർമി ഗ്രൂപ്പുകൾ അല്ലാതെ ഓർഗാനിക് ആയിട്ട് ഒന്നും ഇല്ല. ബാക്കിയൊക്കെ PR വർക്കുമാണ്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 24x7 കാണൽ നിർത്തി. പിന്നെ 2 ആഴ്ച വോട്ടും ചെയ്തില്ല. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ ഒറ്റാർക്കും പറ്റിയിട്ടില്ല. ആകപ്പാടെ ഗ്രൂപ്പിലെ ചർച്ചകൾ പോലും സൈബർ ബുള്ളിങ്ങിന് ചെയ്യരുതെന്ന് പറയുന്ന ഒരു കൂട്ടരും ബുള്ളിങ് ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരും തമ്മിലാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അല്ലാതെ മത്സരാർത്ഥികൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ല പല ചർച്ചകൾക്കും വിഷയം പോലും. ഇത്രയും ബോറടിച്ച സീസൺ വേറെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് വരുന്നതിന് പകരം എല്ലാ ദിവസവും ലാലേട്ടന്റെ 2 റോസ്റ്റിംഗ് വീഡിയോ ഇടുക. ഓരോ ദിവസവും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇടുക. ഇപ്പോൾ ഷോയിൽ ഉള്ളതിനേക്കാൾ കണ്ടന്റ് അങ്ങനെ കിട്ടും. ലാലേട്ടനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒക്കെ വരുന്ന വീഡിയോ പോസ്റ്റുകളും ട്രോളുകളും എഴുത്തുകളും ഒക്കെ മത്സരാർത്ഥിയെ കാണിച്ചിട്ട് അവരെ ട്രിഗർ ചെയ്യുക. അതിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഉള്ളതിനേക്കാൾ എന്റർടൈൻമെന്റ് കിട്ടും. അതുമല്ലെങ്കിൽ കളിക്കാൻ അറിയുന്ന എന്നെപ്പോലുള്ളവരെ അകത്തേക്ക് ഇടുക. അവിടെയുള്ള എല്ലാത്തിൻ്റെയും ഫേക്ക് ഗെയിം ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു തരാം. കപ്പും ചായയും ഒന്നും വേണ്ട, ജസ്റ്റ് അതുങ്ങളെ പൊളിച്ചടക്കാൻ ഒരു അവസരം മാത്രം എന്നാണ് ഒരു ആരാധകൻ എഴുതിയിരിക്കുന്നത്.